ആദ്യം ഇടിക്കാൻ വന്നപ്പോ പുള്ളി വലിയൊരു മനുഷ്യരായിരുന്നു. അപ്പൊ പിന്നെ പേടിയായി. നമുക്ക് ഇടി കൊണ്ടോ? എനിക്ക് ഇടി കൊണ്ടു. ഞാൻ 2-3 പ്രാവശ്യം താഴെ വീണ. അതായത് നമ്മൾ ഹെഡ്സെറ്റ് വെക്കുമ്പോഴേക്കും മറ്റൊരു ലോകത്തിലേക്ക് കടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ബോക്സിങ്ങിൻ്റെ അവസരം ഒരുക്കി കൊടുക്കുന്നു. റിയൽ ആയിട്ട് ഒരാളെ എങ്ങനെ ഫൈറ്റ് ചെയ്യുന്നു അതിൻ്റെ മൂവ്മെൻറ്റ്സ് തന്നെയും അതിൻ്റെ എല്ലാം തന്നെ അതുപോലെ തന്നെയായിരിക്കും നമുക്ക് അനുഭവപ്പെടുക. റോളർ കോസ്റ്ററിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തന്നെ പോയി പോവാ. നമ്മൾ എൻറ്റയർലി വേറൊരു വേൾഡിൽ സ്പെൻഡ് ആക്കുന്ന പോലെ ഒരു ഫീലിംഗ്. ജെയിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ വ്യത്യസ്തമായ ഒരു പവലിയനാണ് റോബോവേഴ്സ്. ഇവിടെ റോബോട്ടിക്സ് സംവിധാനങ്ങളൊക്കെ നിരവധിയുണ്ട്. അതിൽ നമുക്കേറെ കൗതുകമുള്ള അല്ലെ വിനോദത്തിന് വേണ്ടിയിട്ടുള്ള ഒരു റോബോട്ടിക്സ് സംവിധാനമാണ് പരിചയപ്പെടുത്തുന്നത്. യുണീക്ക് വേൾഡ് റോബോട്ടിക്സ് ഒരുക്കുന്ന VR ഗെയിംസ് ആണ്. അതിൻ്റെ ഒരു പവലിയനാണ് ഇവിടെ. അപ്പം അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ യുണീക്ക് വേൾഡിൻ്റെ തന്നെ പ്രതിനിധി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. എന്താണ് പേര്? എൻ്റെ പേര് ടോം. ടോം, എന്താണ് VR ഗെയിംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെർച്വൽ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സാങ്കല്പിക ലോകമായിരിക്കും. പക്ഷേ നമ്മൾ അതിൽ തന്നെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുക. അതായത് നമ്മൾ ഹെഡ്സെറ്റ് വെക്കുമ്പോഴേക്കും മറ്റൊരു ലോകത്തിലേക്ക് കടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ബോക്സിങ്ങിൻ്റെ അവസരം ഒരുക്കി കൊടുക്കുന്നു. റിയൽ ആയിട്ട് ഒരാളെ എങ്ങനെ ഫൈറ്റ് ചെയ്യുന്നു അതിൻ്റെ മൂവ്മെൻറ്റ്സ് തന്നെയും അതിൻ്റെ എല്ലാം തന്നെ അതുപോലെ തന്നെയായിരിക്കും നമുക്ക് അനുഭവപ്പെടുക. അതുപോലെ തന്നെ റോളർ കോസ്റ്റർ ഗെയിം ഉണ്ട്. അതും ഇതുപോലെ തന്നെ റിയൽ ആയിട്ടൊരു റോളർ കോസ്റ്റർ റൈഡ് എങ്ങനെ ചെയ്യുന്നു അതുപോലെ തന്നെയായിരിക്കും നമുക്ക് അനുഭവപ്പെടുക. അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ നല്ലൊരു അനുഭവമാണ് ഉണ്ടാകുന്നത്. അതായത് ശരിക്കുള്ള റൈഡിലോ അല്ലെങ്കിൽ ശരിക്കുള്ള ബോക്സിങ് റിങ്ങിലോ ചെല്ലാതെ തന്നെ വളരെ കുറഞ്ഞ ചെലവിൽ തന്നെ ഇത് അനുഭവിക്കാനും എക്സ്പീരിയൻസ് ചെയ്യാനും ഒരാൾക്ക് സാധിക്കും. ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആർക്കും ഇത് എക്സ്പീരിയൻസ് ചെയ്യാം. അതെ അതെ അതെ. എന്തായാലും വളരെ വ്യത്യസ്തമായ ഒരു ഗെയിം അനുഭവമാണ് ഇവിടെ ഇന്ന് ഉള്ളത്. എന്തായാലും നമുക്ക് ഇതിൽ പങ്കെടുത്ത കുറച്ച് ആൾക്കാരോട് ചോദിക്കാം കാര്യങ്ങളൊക്കെ. കൂടാതെ ഞാൻ കൂടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. യുണീക്ക് വേൾഡ് റോബോട്ടിക്സ് ഒരുക്കിയ VR ഗെയിംസ് കളിച്ചിട്ട് വന്ന പെൺകുട്ടിയാണ്. എന്താണ് പേര്? റെഡോല്. എന്താണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്? അത് ഞാനൊരു ബോക്സിംഗ് VR കളിച്ചതാ. അയാൾ ആദ്യം ഇടിക്കാൻ വന്നപ്പോ പുള്ളി വലിയൊരു മനുഷ്യരായിരുന്നു. അപ്പൊ പിന്നെ പേടിയായി. പക്ഷെ നമ്മളെക്കാട്ടിലും വലിയൊരാള്. ഇനി ഇടിച്ചു തുടങ്ങിയപ്പോ റെഡി. നമുക്ക് ഇടി കൊണ്ടോ? എനിക്ക് ഇടി കൊണ്ടു. ഞാൻ 2-3 പ്രാവശ്യം താഴെ വീണ. അപ്പോഴാണ് നമ്മൾ ഓടിക്കയറുന്നു. പിന്നെ ഞാൻ ജയിച്ചു. നല്ല എക്സ്പീരിയൻസ്. ഹംനയും VR ഗെയിംസ് കളിച്ചതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നിൽക്കാന്നുള്ളൊരു റിയലൈസേഷൻ അല്ലേ നമുക്കുണ്ട്. പക്ഷെ ആ റോളർ കോസ്റ്ററിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തന്നെ പോയി പോവാ. ലൈക്ക് നമ്മൾ എൻറ്റയർലി വേറൊരു വേൾഡിൽ സ്പെൻഡ് ആക്കുന്ന പോലെ ഒരു ഫീലിംഗ്. ആദ്യമായിട്ടായിരുന്നു. ഞാൻ എന്തായാലും ഈ ഒരു VR ഗെയിംസിലെ ബോക്സിങ് എങ്ങനെയുണ്ടെന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്തായാലും അത് സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനൊന്ന് കളിച്ച് നോക്കിയിട്ട് എക്സ്പീരിയൻസ് പറയാം. ഒരു രക്ഷയില്ല. ചെങ്കുത്തായ മലയുടെ പകുതി എത്തിയപ്പോൾ തന്നെ തല കറങ്ങി. പകുതിക്ക് വെച്ച് ഉപേക്ഷിച്ചു. തലകറങ്ങി ഇതുവരെ മാറുന്നില്ല. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഉറപ്പായിട്ടും ഇവിടെ എത്തി ഇത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അനുഭവിച്ചറിയുക തന്നെ വേണം. യുണീക്ക് വേൾഡ് റോബോട്ടിക്സിൻ്റെ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ മാത്യൂസ് എബ്രഹാം നമ്മളൊപ്പം ചേരുന്നുണ്ട്. മാത്യൂസ്, ഇപ്പം VR ഗെയിംസിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്ത് നോക്കി, വളരെ ഗംഭീരമായിട്ടുണ്ട്. ഇത് എന്ത് VR ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? മാത്രമല്ല, ഇനി ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് വീട്ടിലേക്ക് ഇത് വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റും? ഇത് നമ്മളിപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന മെറ്റായുടെ VR ആണ്. ഇത് വൈഡ്ലി അവൈലബിൾ ആണ്. നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലൊക്കെ ഇത് പർച്ചേസ് ചെയ്യാൻ പോസിബിൾ ആണ്. അപ്രോക്സിമേറ്റ്ലി 45,000 ടു ഇറ്റ് റേഞ്ചസ് ടു 3 lakhs ആൻഡ് അബവ്. സോ അങ്ങനെ പേഴ്സണലായിട്ട് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാം. നമ്മൾ ഇതിൽ ഷോക്കേസ് ചെയ്യുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി നമ്മൾ ഷോക്കേസ് ചെയ്യുന്ന ഒരു ഇവൻ്റ് ആണ്. ആസ് ദിസ് ഇസ് എൻ ഇവൻറ്റ്. സോ ഇതിൽ നമ്മൾ ചെയ്യുന്നത് ബോക്സിംഗ് ആൻഡ് റോളർ കോസ്റ്ററിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ അതിനകത്ത് കൊടുക്കുന്നത്. So it gives you a real-time, realistic experience of sitting in a roller coaster. So it takes you to a certain altitude and then it puts you down. So ആ ഒരു റിയൽ ടൈം എക്സ്പീരിയൻസ് ശരിക്കും നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെർച്വൽ റിയലിസ്റ്റിക് ഫീലാണ് നമ്മളിവിടെ ഷോക്കേസ് ചെയ്യുന്നത്.
So that's what we are doing, and we have an upcoming event coming at St. Teresa's College on February 2nd week. So everyone is welcome for that. കൊച്ചിയിൽ ഉള്ളവർക്ക് വീണ്ടും ഒരു അവസരം കൂടി ഒരു ദിവസത്തേക്ക് പറ്റും, സെൻറ്റ് തെരേസാസിലേക്ക് എത്തിയാൽ മതി. എന്തായാലും വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയായിരുന്നു. DK ദിലീപിനും പ്രത്യുഷിനുമൊപ്പം R. പിയൂഷ്, മറുനാടൻ TV.